എല്ലാവർക്കും സ്പോർട്സ് വിശേഷങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കിലിയൻ എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക് കൂടുമാറുന്നതിന്റെ ചെറിയൊരു അപ്ഡേഷനാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഫാബ്രിസിയോ റൊമാനോ പോലെയുള്ള ആളുകളുടെ അഭിപ്രായം അനുസരിച്ചിട്ട് നമ്മുടെ റയൽ മാഡ്രിഡ് ഒരു കോൺട്രാക്ട് പേപ്പർ എംബാപ്പയ്ക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് ഇപ്പൊ എംബാപ്പയുടെ ഏജന്റ് എന്നുള്ള നിലയ്ക്ക് വർക്ക് ചെയ്യുന്ന എംബാപ്പയുടെ അമ്മ, എംബാപ്പയുടെ ലോയേഴ്സ് അവരെ കൂടിയിട്ട് ഇപ്പൊ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ള ലെവലിലൊക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ നടന്നു പോകുന്നു. സാലറിയുടെ കാര്യങ്ങളൊക്കെ റയൽ മാഡ്രിഡിന്റെ ഇപ്പൊ മുന്നേറ്റ താരങ്ങളായ വിനീഷ്യസ് ജൂനിയർ, ജൂഡ് ബെല്ലിംഗം കുറച്ച് മുമ്പാണ് റയലിലേക്ക് എത്തിയത്. അപ്പോൾ വിനീഷ്യസ് ജൂനിയർ, ജൂഡ് ബെല്ലിംഗ്ഹാം തുടങ്ങിയിട്ടുള്ളവരുടെ ഏകദേശം ഒരു സാലറി ആയിരിക്കും മിക്കവാറും നമ്മുടെ എംബാപ്പയ്ക്ക് കിട്ടുക. പക്ഷെ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് റൈറ്റ് എന്നുള്ള കാര്യത്തിന്റെ മേലാണ് ഒരു കോൺട്രവേഴ്സി അല്ല, ഒരു കാര്യം നടക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും മിക്കവാറും എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക് എത്തുമോ എത്തിക്കില്ലേ എന്നുള്ള കാര്യത്തിൽ അന്തിമമായ തീരുമാനം എടുക്കാം. മിക്കവാറും എത്തും എന്നുള്ള തീരുമാനങ്ങൾ കുറെ റൂമേഴ്സ് ഒക്കെ പരക്കുന്നുണ്ടെങ്കിലും ഇമേജ് റൈറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല. അതിന്റെ കാര്യം കൂടി ഇപ്പോ എംബാപ്പയുടെ അമ്മ, ഏജന്റായ അമ്മയും പിന്നെ ലോയേഴ്സും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചായിരിക്കും എംബാപ്പയുടെ റയൽ മാഡ്രിഡിലേക്കുള്ള കൂടുമാറ്റം. ഇമേജ് റൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എംബാപ്പെ ഒരു ലോകോത്തര പ്ലെയർ ആണ്, വേൾഡ് ക്ലാസ് പ്ലെയർ ആണ്. ഈവൻ പരസ്യങ്ങളിലൂടെയൊക്കെ ഒരു ഇമേജ്, നല്ലൊരു ഇമേജ് എടുത്തിട്ടുള്ള ഒരാളാണ് എംബാപ്പെ. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു വാല്യൂ എംബാപ്പയ്ക്ക് ഉണ്ട് മറ്റുള്ള കളിക്കാരേക്കാൾ. അപ്പൊ അതും കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും മിക്കവാറും ഒരു സാലറി ഫിക്സ് ചെയ്യുക. അങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ മറ്റുള്ള താരങ്ങളെക്കാൾ കുറച്ചും കൂടി ഉയർന്ന രീതിയിലുള്ളൊരു സാലറി ഇമേജ് റൈറ്റും കൂട്ടിയിട്ട് കിട്ടേണ്ടതാണ്. അപ്പൊ അതും കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക് പോവുക. അപ്പൊ അതിന്റെ ചർച്ചകളൊക്കെ ഏജന്റ് ആയിട്ടുള്ള അമ്മയും ലോയേഴ്സും കൂടി നടത്തുന്നുണ്ട്. അതും കൂടി കൺഫേം ആയിട്ട് ഒരു മാറ്റം നടക്കുകയുള്ളൂ. ഒഫീഷ്യലായിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തെന്നുള്ളൊരു വാർത്ത ഒന്നും പുറത്തു വന്നിട്ടില്ല. റൂമേഴ്സ് പലതും പല ഭാഗത്തും നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അതിനെ കുറിച്ചിട്ടുള്ള കാര്യമായിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ല എന്നാണ് ഈ ഫാബ്രിസിയോ റൊമാനോ പോയിട്ടുള്ള നമുക്ക് ഒന്നും കൂടി ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന വിവരം. അപ്പൊ അതാണ് ഈ നമ്മുടെ എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക് കൂടുമാറുന്നതിനുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻ. അപ്പോൾ കൂടുതൽ അപ്ഡേഷനുകളായി ഞാൻ പിന്നെയും വരാം. അതുവരെയും